നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പറവൂരിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി സബ് ആർടി ഓഫീസും നഗരസഭയും ചേർന്ന് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. KSRTC റൂട്ടുകളല്ലാത്ത ഇടങ്ങളിൽ സ്വകാര്യ സർവീസുകൾ അനുവദിക്കാൻ മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. സർവീസ് നിർത്തിവെപ്പിച്ചതിനെതിരെ ബോട്ട് നടത്തിപ്പുകാരൻ രംഗത്ത്. മാള ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. പറവൂരിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി സബ് ആർടി ഓഫീസ് നഗരസഭയും ചേർന്ന് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. KSRTC റൂട്ടുകളല്ലാത്ത ഇടങ്ങളിൽ സ്വകാര്യ സർവീസുകൾ അനുവദിക്കാൻ മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. പറവൂർ നഗരസഭയ്ക്കും വരാപ്പുഴ, കോട്ടുവള്ളി, എഴീക്കര, ചേന്ദമംഗലം, വടക്കേക്കര, ചിറ്റാറ്റുകര, പുത്തൻവേലിക്കര എന്നീ പഞ്ചായത്തുകൾക്കും വേണ്ടിയാണ് സദസ്സ് നടത്തിയത്. ജനകീയ സദസ്സിൽ പങ്കെടുത്ത പഞ്ചായത്ത് ഭരണാധികാരികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരിൽ നിന്നും കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിച്ചു. ചില റൂട്ടുകളിൽ സർവീസ് നടത്താൻ താൽപ്പര്യമുണ്ടെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. നിലവിലുള്ള സർവീസുകൾക്ക് പെർമിറ്റ് നീട്ടി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജനകീയ സദസ്സിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, RTO K മനോജ്, നഗരസഭാ വൈസ് ചെയർമാൻ MJ രാജു, തഹസിൽദാർ ടോമി സെബാസ്റ്റ്യൻ, പറവൂർ ജോയിന്റ് RTO B ഷേർലി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. സർവീസ് നിർത്തിവെപ്പിച്ചതിനെതിരെ ബോട്ട് നടത്തിപ്പുകാരൻ രംഗത്ത്. പാലം നിർമ്മാണത്തിനു വേണ്ടിയാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചതെന്നും എന്നാൽ ഇതിന്റെ പഴി ബോട്ട് സർവീസിനുമേൽ കെട്ടിവെക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും ബോട്ട് നടത്തിപ്പുകാരൻ വേണുഗോപാൽ ആരോപിച്ചു. 800 മീറ്റർ മാത്രം ദൂരമുള്ള ജലയാത്ര തടസ്സപ്പെട്ടതോടെ അഴീക്കോട് നിന്നും മുനമ്പത്തെത്താൻ കൊടുങ്ങല്ലൂർ മൂത്തകുന്നം മാലിയങ്കര വഴി 20 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണുള്ളത്. മത്സ്യത്തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് ദിവസവും ബോട്ടിനെ ആശ്രയിക്കുന്നത്. ബോട്ടിന് ആവശ്യമായ രേഖകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ശനിയാഴ്ചയാണ് തുറമുഖ വകുപ്പ് ബോട്ട് സർവീസ് തടഞ്ഞത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജങ്കാർ സർവീസ് അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് 40ഓളം പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിന് അനുമതി നൽകിയത്. മാസങ്ങൾക്ക് മുമ്പേ മുനമ്പത്ത് താൽക്കാലിക ജെട്ടി സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എത്രയും വേഗം മുൻപത്ത് ബോട്ടടുപ്പിക്കാൻ താൽക്കാലിക സംവിധാനമുണ്ടാക്കി ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുഖ്യാതിഥിയായിരുന്നു. ഇത്തരത്തിലുള്ള ദൈവിക ഭാവങ്ങളിലേക്ക് നാം സഞ്ചരിക്കുക എന്നാൽ നിങ്ങൾ ദൈവികമായ ഭാവത്തിൽ സഞ്ചരിക്കുന്ന കുറെ ചന്ദനക്കുറി വരച്ചതുകൊണ്ടും തൊപ്പിയിട്ടത് കൊണ്ടും കുരിശുമാല ഇട്ടതുകൊണ്ടും ഒന്നും ദൈവിക ഭാവങ്ങൾ ഉണ്ടാവില്ല. മറിച്ച് ഇങ്ങനെ സംജാതമായ ദൈവിക ഭാവങ്ങൾ നിങ്ങളിൽ മറ്റു ചില പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. അതിലൊന്നാണ് വിവേകത്തെക്കുറിച്ചുള്ള ചിന്ത ജനിക്കും. അങ്ങനെ വിവേകമുണ്ടായി വരുമ്പോൾ നമുക്ക് മറ്റു മനുഷ്യരെ പരിഗണിക്കുവാനുള്ള ഒരു മനസ്സുണ്ടായി വരും. മറ്റു മനുഷ്യരെ പരിഗണിക്കുവാനുള്ള മനസ്സിൻ്റെ പേരാണ് സംസ്കാരം. അതാണ് ബിന്ദു ചേച്ചി ഇവിടെ ചെയ്തത്. അതാണ് സുരേഷ് മാഷ് ഇവിടെ ചെയ്തത്. ഞാൻ അകലയിൽ നിന്ന് വരുന്ന ഒരാളാണെന്നും ഇവിടെ നിലവിൽ നിങ്ങൾ കണ്ടു പരിചയമില്ലാത്ത എന്തോ ഒരു പുതിയ കാര്യം കുട്ടികൾക്കായി അല്ലെങ്കിൽ അധ്യാപകർക്കായി പകർന്നു നൽകുവാൻ അയാൾ കഷ്ടപ്പെട്ട് അത്രയും ദൂരെ നിന്ന് വരുന്നതാണ് എന്ന പരിഗണന തരാൻ അവർ കാണിക്കുന്ന ആ മനോതലത്തിൻ്റെ മാനസികാവസ്ഥയുടെ പേരാണ് സംസ്കാരം. പ്രധാന അധ്യാപിക US ജയലക്ഷ്മി, ഇടയ്ക്ക കലാകാരൻ മണികണ്ഠൻ പെരിങ്ങോട്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, വാർഡ് മെമ്പർ KV രഘു, മാള BPC സെബി പെലിശ്ശേരി, സ്കൂൾ മാനേജർ KR ഉണ്ണിക്കണ്ണൻ, ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം പ്രസിഡന്റ് AA ജോസ്, വികസന സമിതി കൺവീനർ CA മുഹമ്മദ് റാഫി,
PTA പ്രസിഡന്റ് രഞ്ജിത്ത്, CA അഭിലാഷ്, ദീപു M മംഗലത്ത്, ER ഷാരിഷ എന്നിവർ സംസാരിച്ചു. മാള മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് നാഷണൽ സർവീസ് സ്കീമും റെഡ് റിബൺ ക്ലബ്ബും തൃശൂർ IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ വർഗീസ് ജോർജ്, മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പാൾ ഡോക്ടർ അംബിക ദേവി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും രക്തദാനം നടത്തി. വോളണ്ടിയർ സെക്രട്ടറിമാരായ അഭിനവ് കൃഷ്ണ KB, അൽഫിയ CA എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തൊഴിലാളി വിരുദ്ധവും കർഷക വിരുദ്ധവുമായ ജനദ്രോഹ ബജറ്റിനെതിരെ CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം KG ശിവാനന്ദൻ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, മഹിളാ സംഘം സെക്രട്ടറി സുമ ശിവൻ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ എന്നിവർ പ്രസംഗിച്ചു. PB ഖയസ്, VP രതീഷ്, സുരേഷ് പണിക്കശ്ശേരി, PA ജോൺസൺ, AM സായൂജ്, ഹണി പീതാംബരൻ, OC ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പറവൂരിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി സബ് RTO ഓഫീസും നഗരസഭയും ചേർന്ന് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. KSRTC റൂട്ടുകളല്ലാത്ത ഇടങ്ങളിൽ സ്വകാര്യ സർവീസുകൾ അനുവദിക്കാൻ മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. സർവീസ് നിർത്തിവെപ്പിച്ചതിനെതിരെ ബോട്ട് നടത്തിപ്പുകാരൻ രംഗത്ത്. മാള ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.